തമിഴ് നടന്മാർക്ക് അവിടെയുള്ളവർ ഒരു വിളിപ്പേര് അഥവാ ടൈറ്റിൽ കൊടുക്കാറുണ്ട്. വിജയ്ക്ക് തലപതി എന്നും രജനിക്ക് തലവർ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ. പക്ഷേ രണ്ടു പേർക്കേ അവർ അഭിനയത്തെ മുൻനിർത്തി പേര് കൊടുത്തിട്ടുള്ളൂ. ഒന്ന് ഉലക നായകൻ കമൽഹാസൻ, മറ്റൊന്ന് നടുപ്പിൻ നായകൻ സൂര്യ. അടുത്ത നായകനാക വേണ്ടിയ ആള്. ഒരു സമയത്ത് രജനിക്കും വിജയ്ക്കും ഒപ്പം ബോക്സ് ഓഫീസിൽ പേരു കേട്ടിരുന്ന താരം, വിക്രത്തിനും കമലിനോടൊപ്പം അഭിനയത്തിലും പേരു കേട്ടിരുന്ന നടൻ. തമിഴ്നാട്ടിൽ മാത്രമല്ല സൂര്യയുടെ പ്രഭ നിറഞ്ഞിരുന്നത്, ആന്ധ്രയിലും കേരളത്തിലും എല്ലാം ഒരു കൂട്ടം ആരാധകരെ സൃഷ്ടിക്കാൻ സൂര്യയ്ക്ക് സാധിച്ചു. സൂര്യയുടെ കഥാപാത്രങ്ങൾ ഒരു സമയത്ത് ട്രെൻഡ് സെറ്ററും ഇൻസ്പിറേഷനും തന്നെയായിരുന്നു. വാരണമായിരം കണ്ട് ഗിറ്റാർ വായനയും ബോഡി ബിൽഡും ചെയ്യാൻ തുടങ്ങിയവരും ട്രെയിനിൽ കയറുമ്പോൾ മേഘിനെ പോലൊരു പെൺകുട്ടി എതിരെ വന്നിരിക്കണമെന്ന് ആഗ്രഹിക്കാത്തവരാരുമില്ല. സൂര്യയ്ക്ക് മാത്രം ഒതുങ്ങുന്ന ഒട്ടേറെ വേഷങ്ങൾ. ഗജനിയിലെ സഞ്ജയ് രാമസ്വാമി, സുരരൈ പോർട്ടലിലെ നെടുമാരൻ, 24-ലെ ആത്രേയ, സിംഗത്തിലെ ദുരൈ സിംഗമൊക്കെ ഇതിൽ ചെറിയ ഉദാഹരണങ്ങൾ മാത്രം. പക്ഷേ കരിയറിലെ ഒരു സമയത്ത് സൂര്യ എന്ന താരം വീണുപോയി. വമ്പൻ ഹൈപ്പിലിറങ്ങിയ ചിത്രങ്ങൾ പോലും ബോക്സ് ഓഫീസിൽ വിജയം നേടാതെ പോയതോടെ സൂര്യ എന്ന നടന് വിജയമില്ലാത്ത 12 വർഷങ്ങൾ. പക്ഷേ തൻ്റെ ഈ പതനത്തിലും സൂര്യ തൻ്റെ ഉള്ളിലെ നടനെ മിനുക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്യാറുണ്ട്. ഇനി സൂര്യയുടേതായി വരാനുള്ളത് റൂറൽ ആക്ഷൻ മൂവിയായ RJ ബാലാജി ചിത്രം കറുപ്പ്. ലക്കി ഭാസ്കറിന് ശേഷം വെങ്കി അട്ലൂരി സംവിധാനത്തിൽ ചെയ്യുന്ന ചിത്രം. ആവേശത്തിനു ശേഷം ജിത്തു മാധവന്റെ സംവിധാനത്തിൽ വരുന്ന സിനിമയുമാണ്. നല്ല ലൈനപ്പ് സൂര്യയ്ക്ക് ഇപ്പോൾ ഉണ്ട്. കംബാക്കിന് വേണ്ടിയതെല്ലാം അദ്ദേഹം ഒരുക്കി കഴിഞ്ഞു. എത്ര നാളാ സൂര്യൻ അസ്തമിച്ചിരിക്കുക? ഒരു സമയത്ത് ഉദിച്ചല്ലേ മതിയാവൂ. അതെ, ഒരു സമയത്ത് സൂര്യ ഉദിക്കുക തന്നെ ചെയ്യും.